അടിയും തിരിച്ചടിയും ലാസ്റ്റ് ഓവർ ത്രില്ലറും കണ്ട സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്ക് അപൂർവമായ റെക്കോർഡിനു കൂടി ഈ മൈതാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചു. അധികമാരും അറിയാതെ പോയൊരു നേട്ടം. ഒരു T20 ബൈലാറ്ററൽ സീരീസിൽ ഇന്ത്യക്കായി കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിന്റെ പട്ടികയിലേക്ക് സ്പിന്നർ വരുൺ ചക്രവർത്തി നടന്നു കയറി. ഇതുവരെ ദക്ഷിണാഫ്രിക്കയുടെ 10 പേരാണ് ഈ മാന്ത്രിക സ്പിന്നർക്ക് മുന്നിൽ വീണത്. കിങ്സ്മേഡിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ വലങ്കയ്യൻ ലെഗ് സ്പിൻ ബോളർ സെന്റ് ജോർജ് പാർക്കിൽ 17 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റുമായി പ്രോട്ടീസ് മുന്നേറ്റ നിരയുടെ നടുവൊടിച്ചിരുന്നു. സെഞ്ചുറിയനിൽ റീസ ഹെൻഡ്രിക്സിന്റെയും ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രമിന്റെയും നിർണായകമായ 2 വിക്കറ്റും സ്വന്തമാക്കി. 9 വിക്കറ്റുമായി മുന്നിലുണ്ടായിരുന്ന വെറ്ററൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനെയാണ് വരുൺ മറികടന്നത്. ഉയർച്ച താഴ്ചകളുടേതാണ് വരുൺ ചക്രവർത്തിയുടെ ക്രിക്കറ്റ് കരിയർ. നിലവിൽ 33-ാം വയസ്സിൽ T20 ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന താരത്തിന് മുന്നിൽ പലപ്പോഴും ദേശീയ ടീമിലേക്കുള്ള വാതിലുകൾ കൊട്ടിക്കടക്കപ്പെട്ടിരുന്നു. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിക്കറ്റ് ടേക്കിംഗ് ബോർഡറായി തിളങ്ങിയപ്പോഴും T20 ദേശീയ ടീമിലേക്ക് പരിഗണിക്കാതെ അവഗണന തുറന്നുകൊണ്ടേയിരുന്നു സെലക്ടർമാർ. T20 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനത്തിന് ശുഭ്മാൻ ഗില്ലിന് കീഴിൽ പുതുമുഖങ്ങളെ മാനേജ്മെന്റ് സെലക്ട് ചെയ്തപ്പോഴും വരുണിന് സ്ഥാനമുണ്ടായില്ല. ഒരു വേള പരസ്യമായി താരം തന്റെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. എനിക്കൊരു PR ഏജൻസി ഉണ്ടായിരുന്നെങ്കിൽ നിരാശയും സങ്കടവുമെല്ലാം പ്രകടമാക്കുന്നതായിരുന്നു താരത്തിന്റെ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. കരിയറിന്റെ അവസാനത്തോടെടുക്കുന്ന താരത്തിന് ഇനി ഇന്ത്യൻ ടീമിലേക്ക് ഒരു മടങ്ങി വരവുണ്ടാകില്ലെന്ന് പലരും വിധി കരുതി. എന്നാൽ വിട്ടുകൊടുക്കാൻ ഈ കർണാടകക്കാരൻ തയ്യാറായിരുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ മാന്ത്രിക വിരലിൽ വിശ്വാസമർപ്പിച്ച് കഠിനമായി പരിശ്രമിച്ചു. ഒടുവിൽ 3 വർഷത്തിന് ശേഷം അയാളെ തേടി ആ വിളിയെത്തി. ബംഗ്ലാദേശിനെതിരായ T20 പര്യടനത്തിലൂടെ വീണ്ടും ദേശീയ കുപ്പായത്തിലേക്ക് സ്ട്രോങ് കംബാക്ക്. ബംഗ്ലാദേശിനെതിരായ മിന്നും പ്രകടനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലേക്കുള്ള വഴിയൊരുക്കി. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പിന്തുണയും താരത്തിന് അവസരങ്ങൾ തുറന്നു നൽകി. നിർണായക സമയങ്ങളിൽ ബ്രേക്ക് ത്രൂ നൽകി അയാൾ കുട്ടി ക്രിക്കറ്റിലെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി. കർണാടകയിലാണ് ജനിച്ചതെങ്കിലും തമിഴ്നാടിന് വേണ്ടിയാണ് വരുൺ ചക്രവർത്തി ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയത്. 2018-19 സീസണിലെ വിജയ് ഹസാരെ ട്രോഫിയിൽ തമിഴ്നാടിന്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായി. ഇതേ വർഷം രഞ്ജി ട്രോഫിയിലും അരങ്ങേറി. തമിഴ്നാട് പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനം 2019-ൽ IPL-ലേക്കുള്ള വഴിയൊരുക്കി. 20 ലക്ഷം മാത്രം അടിസ്ഥാന വിലയുള്ള താരത്തെ കിങ്സ് 11 പഞ്ചാബ് 8.4 കോടി ചെലവഴിച്ച് ടീമിലെത്തിച്ചു. എന്നാൽ ആദ്യ സീസണിൽ കാര്യമായി തിളങ്ങാനായില്ല. അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഓവറിൽ വഴങ്ങിയത് 25 റൺസ്. അരങ്ങേറ്റ മത്സരത്തിൽ കൂടുതൽ റൺസ് വഴങ്ങുന്ന ബൗളർ എന്ന നാണക്കേട്. തൊട്ടടുത്ത സീസണിൽ പഞ്ചാബ് കിങ്സ് താരത്തെ റിലീസ് ചെയ്തു. എന്നാൽ അവിടെയും അയാൾ വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. ആ സീസണിൽ IPL-ൽ ശക്തമായി തിരിച്ചുവരവ്. 2020 സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കൂടാരത്തിലെത്തിയതോടെ താരത്തിന്റെ തലവര തെളിഞ്ഞു. വിൻഡീസ് താരം സുനിൽ നരേനൊപ്പം വരുൺ ചക്രവർത്തി കൂടി ചേർന്നതോടെ KKR സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഡബിൾ സ്ട്രോങ് ആയി. 2020 IPL സീസണിൽ 20.94 ശരാശരിയിൽ 17 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരവറിയിച്ചു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി. 2021-ലും മികവ് ആവർത്തിച്ചു. ആകെ 18 വിക്കറ്റാണ് വരുൺ ആ സീസണിൽ പിടുത്തത്. ഇതോടെ KKRന്റെ മിസ്റ്ററി സ്പിന്നറായി താരം അറിയപ്പെട്ടു. ആ വർഷം T20 ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചെങ്കിലും അവസരം ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ KKR കിരീടം ചൂടിയ 2024 IPL സീസണിൽ 15 മത്സരങ്ങളിൽ നിന്നായി 21 വിക്കറ്റാണ് താരത്തിന്റെ സമ്പാദ്യം. കിരീട നേട്ടത്തിൽ സുനിൽ നരേനൊപ്പം നിർണായക പങ്ക്. താരത്തിന്റെ പ്രതിഭ നന്നായി അറിയാവുന്ന കൊൽക്കത്ത പുതിയ സീസണിൽ 12 കോടി നൽകിയാണ് നിലനിർത്തിയത്. ബോളിംഗ് ആക്ഷനിലെ വ്യത്യസ്തതയാണ് വരുൺ ചക്രവർത്തിയുടെ പ്രത്യേകത. ടീമിനായി നിർണായക ബ്രേക്ക് ത്രൂ നൽകുമ്പോഴും T20-ൽ റൺസ് വിട്ടുകൊടുക്കുന്ന ബോളർ എന്ന വിമർശനം കരിയറിൽ ഉടനീളം താരം നേരിട്ടു. ഇത് മറികടക്കാൻ ബോളിംഗിൽ ചില മാറ്റങ്ങളും വരുത്തി. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം വരുൺ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സൈഡ് സ്പിൻ ബോളിംഗിൽ നിന്ന് പൂർണ്ണമായി ഓവർ സ്പിൻ ബോളറായുള്ള ഈ ചേഞ്ച് കരിയറിൽ വഴിത്തിരിവായി. സ്പിൻ ബോളിംഗിലെ ചെറിയ സാങ്കേതിക കാര്യമാണെങ്കിലും അതിന് 2 വർഷമാണ് സമയമെടുത്തത് എന്നും ചക്രവർത്തി വ്യക്തമാക്കി. തമിഴ്നാട് പ്രീമിയർ ലീഗിലും IPL-ലും പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇത് നടപ്പിലാക്കിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ ഇന്ത്യൻ ആരാധകർ കൗതുകത്തോടെ കാണാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ സ്പിൻ ബോളിംഗ് ഹെൻഡ്രിക്സ് ക്ലാസൻ പോരാട്ടമായിരുന്നു. സ്പിന്നർമാരെ പൂപറിക്കുന്ന ലാഘവത്തോടെ അതിർത്തി കടത്തുന്ന ക്ലാസനെ സൂര്യകുമാർ യാദവും സംഘവും എങ്ങനെ നേരിടും എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. എന്നാൽ കിങ്സ്മേഡിലും സെന്റ് ജോർജ് പാർക്കിലും
വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക ബൗളിങ്ങിന് മുന്നിൽ ക്ലാസൻ നിരായുധനായി. എന്നാൽ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ ചക്രവർത്തിയുടെ ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ താരത്തെ കൈപ്പിടികളൊതുക്കാനുള്ള അവസരം സൂര്യകുമാർ യാദവ് നഷ്ടപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ തുടരെ 3-ാം മാച്ചിലും ക്ലാസനെ പുറത്താക്കാൻ ഇന്ത്യൻ സ്പിന്നർക്ക് കഴിയുമായിരുന്നു. വെള്ളിയാഴ്ച വാൻഡറേഴ്സ് സ്റ്റേഡിയത്തിൽ 4ാമത്തെയും അവസാനത്തെയും T20യിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു ക്ലാസൻ ചക്രവർത്തി പോരാട്ടത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്.